നമുക്കിന്ന് ചിക്കൻ റോസ്റ്റ് റെഡിയാക്കണ കണ്ടാലോ. അതിന് ചിക്കൻ കഴുകി വാരിയിട്ട് മസാല പുരട്ടി വെച്ചൊക്കെയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, പിന്നെ ഉപ്പ്, കുറച്ച് വിനാഗിരി ഇത്ര ഇട്ടിട്ട് ഒന്ന് പുരട്ടി വെച്ചൊക്കെയാണ്. 2.5 സവാള അരിഞ്ഞ് വെച്ചൊക്കെയാണ് കേട്ടോ. വലിയ സവാളയായിരുന്നു, അപ്പോൾ 2.5 എടുത്തോളൂ. ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ എടുക്കാം കേട്ടോ. സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചേക്കണത്. സവാള നല്ലോണം മൊഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് കോഴി മാറ്റാം. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്, ഒന്ന് വെന്ത് വരട്ടെ തക്കാളി. ഇനി ഇതിലേക്ക് നമുക്ക് മസാല പുരട്ടി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കിത് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് എടുക്കുന്നത്. ഇപ്പം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂടി ഒന്ന് തുറക്കാം കേട്ടോ. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ചിക്കൻ മസാല പുരട്ടിയ വെച്ച പാത്രം ഉണ്ടല്ലോ, അതിൽ ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് മൂടി വെക്കാം. എന്നിട്ടൊരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലോണം തിളക്കണുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. 20 മിനിറ്റിൻ്റെ ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ അതിട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഭാഗം മാത്രം മാറ്റി വെച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും അരിഞ്ഞിട്ട് കൊടുക്കാം. നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള സവാളയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.